Some problems of discrete random variable. First question, the joint PMF of x and y are given by function of xy is equal to c into x plus 2y, where x is equal to 0, 1, 2 and y equal to 0, 1, 2, 3. First one, find c. Second one, find probability of x less than or equal to 1, probability of y less than or equal to 2. Probability of x less than or equal to 1, y less than or equal to 2, probability of x less than or equal to 1 given y less than or equal to 2, probability of x plus y less than or equal to 3, and probability of x square plus y square less than or equal to 4. And last one, find the marginal PMF and conditional distribution. ഇപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ റാൻഡം വേരിയബിൾസിൽ രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്. ക്യാപിറ്റൽ എക്സും കാണും, ക്യാപിറ്റൽ വൈയും കാണും. മോഡ്യൂൾ 1 ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒരു റാൻഡം വേരിയബിൾ പഠിക്കുന്നുള്ളൂ, ക്യാപിറ്റൽ എക്സ് മാത്രം. ഇവിടെ അങ്ങനെയല്ല, 2 റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. നമുക്ക് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, സി ഇൻറ്റു എക്സ് പ്ലസ് 2y. എക്സിൻ്റെ വാല്യൂസ് വരുന്നത് 0, 1, 2 ആണ്. അതുപോലെ വൈയുടെ വാല്യൂസ് വരുന്നത് 0, 1, 2, 3 ആണ്. ഇനി നമുക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇപ്പോൾ വൈയുടെ വാല്യൂസ് എല്ലാം ഹൊറിസോണ്ടലായിട്ട് എഴുതിയിരിക്കുകയാണ്, 0, 1, 2, 3. എക്സിൻ്റെ വാല്യൂസ് എല്ലാം വെർട്ടിക്കലായിട്ട് എഴുതിയിട്ടുണ്ട്, 0, 1, 2. ഇനി എക്സിന് 0, വൈക്ക് 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈയിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അതാണ് 0. പിന്നെ എക്സിന് 0, വൈക്ക് 1. അപ്പോൾ 2c, പിന്നെ 4c, 6c, പിന്നെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താണ് 12c. ലാസ്റ്റ് റോ ടോട്ടൽസ്. അതുപോലെ എക്സിന് 1, വൈക്ക് 0, c, പിന്നെ 3c, 5c, 7c, 16c. എക്സിന് 2, വൈക്ക് 0 ആകുമ്പം 2c, 4c, 6c, 8c, 20c. ഇനി അതിൻ്റെ വെർട്ടിക്കലായിട്ട് വരുന്നതാണ് കോളം ടോട്ടൽസ്, അതാണ് എഫ് വൈ. അപ്പോൾ 3c, 9c, 15c, 21c. അതിൻ്റെ എല്ലാ ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ്, അതിൻ്റെ രണ്ടിൻ്റെ സമേഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. സിഗ്മ ഐ സിഗ്മ ജെ പി ഐ ജെ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എല്ലാം കൂടെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 48c ആണ്. 48c ഈക്വൽ ടു 1. അപ്പോൾ സി ഈക്വൽ ടു 1/48. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഉണ്ട്. അതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 0 to 3 P0j പ്ലസ് സിഗ്മ ജെ ഈക്വൽ ടു 0 to 3 P1j. എക്സിന് 0യും എക്സിന് 1 ആണല്ലോ, അതാണ് ഐയുടെ വാല്യൂ. അപ്പോൾ ഐക്ക് 0, ഐക്ക് 1 ആണ്. അപ്പം നമ്മൾ വൈ ആണ് റേഞ്ച് ചെയ്യുന്നത്. സിഗ്മ അതാണ് ജെ ഈസ് ഈക്വൽ ടു 0 to 3, ജെ ഈക്വൽ ടു 0 to 3 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ വാല്യൂസ് എന്താ വരുന്നത്? ജെയ്ക്ക് 0 ആകുമ്പോൾ P00 ഉണ്ട്, P01 ഉണ്ട്, P02 ഉണ്ട്, P03 ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 12c. അതുപോലെ ഇവിടെ P10, P11, P12, P13. ഇപ്പോൾ 16c. അപ്പോൾ 12c പ്ലസ് 16c എന്ന് പറയുമ്പം 28c എന്ന് വരും. അപ്പോൾ 28/48. അപ്പോൾ എത്രയാണ്? 7/12 ആണ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് പ്രോബബിലിറ്റി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. പ്രോബബിലിറ്റി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിലോ പ്രോബബിലിറ്റി ഓഫ് y ഈക്വൽ ടു 0 ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് y ഈക്വൽ ടു 1 ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് y ഈക്വൽ ടു 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? y എന്ന് പറയുമ്പോൾ j ഈക്വൽ ടു 0, j ഈക്വൽ ടു 1, j ഈക്വൽ ടു 2. ഇപ്പോൾ നമുക്കിവിടെ ഐയുടെ വാല്യൂ ആണ് റേഞ്ച് ചെയ്യുന്നത്. സിഗ്മ ഐ ഈക്വൽ ടു 0 to 2. അപ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 0 to 2 Pi0 പ്ലസ് സിഗ്മ ഐ ഈക്വൽ ടു 2 to 2 ഐ ഈക്വൽ ടു 0 to 2 Pi1 പ്ലസ് സിഗ്മ ഐ ഈക്വൽ ടു 0 to 2 Pi2. ഇപ്പോൾ Pi0 എന്ന് പറയുമ്പം P00, P10, P20. അതുപോലെ ഇവിടെ അതുപോലെ തന്നെയാണ് P01, P11 പ്ലസ് P21. ഇവിടെ അതുപോലെ P02, P12, P22. ഇപ്പോൾ 3c പ്ലസ് 9c പ്ലസ് 15c. ഇപ്പോൾ 27c എന്ന് വരും. ഇപ്പോൾ 27/48 എന്ന് പറയുന്നത് 9/16 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പം ഐയുടെ റേഞ്ച് 0 to 1 ആയിരിക്കും.
അതുപോലെ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ ജെയുടെ റേഞ്ച് 0 to 2 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിഗ്മ ഐ ഈക്വൽ ടു 0 to 1, സിഗ്മ ജെ ഈക്വൽ ടു 0 to 2 പി ഐ ജെ. അപ്പോൾ P00 P പ്ലസ് P01 പ്ലസ് P02 പ്ലസ് P10 പ്ലസ് P11 പ്ലസ് P12. വാല്യൂസാണ് 0 പ്ലസ് 2C പ്ലസ് 4C പ്ലസ് C പ്ലസ് 3C പ്ലസ് 5C. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 15C എന്ന് വരുന്നത്. ഇപ്പോൾ 15/48, ഇപ്പോൾ 5/16. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഗിവൺ ബൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. നിങ്ങൾ നേരത്തെ പ്രോബബിലിറ്റിയിൽ പഠിക്കുന്നുണ്ടായിരിക്കും. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ കോമ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ബി ആണ്. ഇവിടെ അതുപോലെ തന്നെയാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കോമ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ന്യൂമറേറ്റർ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡിനോമിനേറ്ററും. അപ്പോൾ 5/16 ഡിവൈഡഡ് ബൈ 9/16, അപ്പോൾ 5/9. ഇനി നെക്സ്റ്റ് വൺ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. എക്സ് വൈയും കൂടി ആഡ് ചെയ്യുമ്പം 3നേക്കാളും കുറവായിരിക്കണം. ഈക്വൽ ആയാലും പ്രശ്നമില്ല. അതാണ് അടുത്ത പ്രോബബിലിറ്റി. അപ്പോൾ P00 0 പ്ലസ് 0 എന്ന് പറയുന്നത് 0 ആണ്. P01 P02 P03 പ്ലസ് P10 P11 P12 P20 P21 P22 എടുക്കാൻ പറ്റില്ല. അത് 2 + 2 എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് P21 വരെ എടുത്താൽ മതി. അപ്പോൾ ഈ എല്ലാ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് 27C. അപ്പോൾ 27/48 എന്ന് കിട്ടും. അപ്പോൾ 9/16. ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൂടി ആഡ് ചെയ്യുമ്പം 4നേക്കാൾ കുറവായിരിക്കണം. ഈക്വൽ ടു കിട്ടിയാലും കുഴപ്പമില്ല, സ്ക്വയർ ആണ്. P00 പ്ലസ് P01 പ്ലസ് P02 പ്ലസ് P10 പ്ലസ് P11 പ്ലസ് P20. അടുത്ത P21 എടുക്കാൻ പറ്റില്ല. അവിടെ 4 + 1 5 ആയി പോവും. അതുകൊണ്ടാണ് P21 എടുക്കാത്തത്. ഇനി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 12C വരുന്നത്. 12/48 1/4. നെക്സ്റ്റ് വന്ന് നമുക്ക് മാർജിനൽ PMF കാൽക്കുലേറ്റ് ചെയ്യണം. മാർജിനൽ PMFനെ ഡിനോട്ട് ചെയ്യുന്ന FXും FYയും ആണ്. ഈ FX എന്ന് പറയുന്ന റോ ടോട്ടൽസും FY എന്ന് പറയുന്ന കോളം ടോട്ടൽസ് ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0 1 2 ആണ്. FXിൻ്റെ റോ ടോട്ടൽസ് 12/48 16/48 20/48. അതുപോലെ FY ആണെങ്കിൽ വൈയുടെ വാല്യൂസ് 0 1 2 3 ആണ്. കോളം ടോട്ടൽസ് എന്ന് പറയുന്നത് 3/48 9/48 15/48 21/48. ഇനി നെക്സ്റ്റ് വൺ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ഗിവൺ വൈയും ഉണ്ട്, ഫംഗ്ഷൻ ഓഫ് വൈ ഗിവൺ എക്സും ഉണ്ട്. ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുന്നത് ഓരോ കോളംനെയും കറസ്പോണ്ടിങ് കോളം സമ്മോട് ഡിവൈഡ് ചെയ്യണം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഗിവൺ വൈ ഈക്വൽ ടു ജെ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ കോമ വൈ ഈക്വൽ ടു ജെ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ജെ. ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്ന PIJ ആണ്. ഡിനോമിനേറ്റർ സിഗ്മ ഐ PIJ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന വൈയുടെ വാല്യൂസും 0 1 2 3 എന്ന് എഴുതിയിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂസും വെർട്ടിക്കലായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഓരോ കോളമിനെയും കോളം സമ്മോട് ഡിവൈഡ് ചെയ്യുക. അതാണ് എഴുതിയിരിക്കുന്നത്. 0 2/9 4/15 6/21 1/3 3/9 5/15 7/21 2/3 4/9 6/15 8/21. അതുപോലെ തന്നെയാണ് ഫംഗ്ഷൻ ഓഫ് വൈ ഗിവൺ എക്സ്. ഓരോ റോയിനെയും റോ സമ്മോട് ഡിവൈഡ് ചെയ്യുക. അതാണ് പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ജെ ഗിവൺ എച്ച് ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു വൈ കോമ വൈ ഈക്വൽ ടു ജെ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു വൈ. ന്യൂമറേറ്റർ എന്ന് പറയുന്ന PIJ ആണ്. ഡിനോമിനേറ്റർ സിഗ്മ ജെ PIJ. ആ ടേബിളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വൈയുടെ വാല്യൂസ് എഴുതിയിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂസ് എഴുതിയിട്ടുണ്ട്. 0 2/12 4/12 6/12 1/16 3/16 5/16 7/16 2/20 4/20 6/20 8/20.